ബാർക്കോഴ കേസിലെ വിവാദങ്ങൾക്കിടെ ഏറെ ചർച്ച ചെയ്യപ്പെട്ടതാണ് മുൻ മന്ത്രി അടൂർ പ്രകാശിന്റെ മകന്റെയും ബാർ ഹോട്ടലുടമ ബിജു രമേശിന്റെ മകളുടെയും വിവാഹാലോചന. രാഷ്ട്രീയ കാലാവസ്ഥ മാറി വിവാദങ്ങൾ ഒഴിഞ്ഞ സാഹചര്യത്തിലാണ് വിവാഹം നടക്കുന്നത്. 80,000 ചതുരശ്ര അടി വലിപ്പമുള്ള കൂറ്റൻ വിവാഹ മണ്ഡപമാണ് വെൺപാലവട്ടത്ത് ഒരുക്കിയിരിക്കുന്നത്. ബോളിവുഡ് സിനിമാ സെറ്റിന്റെ മാതൃകയിലാണ് വിവാഹത്തിന് വേദി ഒരുക്കിയത്. അക്ഷർധാം ക്ഷേത്ര മാതൃകയിലെ വേദിയിലാണ് വിവാഹം നടക്കുന്നത്. ഭക്ഷണത്തിനാണ് കൂടുതൽ പ്രാധാന്യം നൽകിയിട്ടുണ്ട്. ലക്ഷറി ആയിട്ടുള്ള കാര്യങ്ങളൊന്നും തന്നെ ഒഴിവാക്കിക്കൊണ്ടാണ് ഓപ്പൺ എയറിലാണ് കല്യാണം നടക്കുന്നത്. രാഷ്ട്രീയ നേതാക്കളെയും പൗരപ്രമുഖരെയും വിവാഹത്തിനായി ക്ഷണിച്ചിട്ടുണ്ട്. വിവാഹ നിശ്ചയത്തിന് ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും പങ്കെടുക്കുന്നതിനെ VM സുധീരനും KM മാണിയും രൂക്ഷമായി വിമർശിച്ചിരുന്നു. ഈ സാഹചര്യത്തിൽ വിവാഹവേദിയിൽ ആരൊക്കെ എത്തുമെന്നതാണ് രാഷ്ട്രീയ കൗതുകം. നോട്ട് പ്രതിസന്ധിക്കിടെ ഒരു കോൺഗ്രസ് നേതാവിന്റെ മകന്റെ വിവാഹം എത്ര ആർഭാടപൂർവ്വമാകുമെന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. എല്ലാവരെയും നിന്ന് പോയി ക്യാഷുണ്ടോ എന്ന് ചോദിച്ച് കടം മേടിക്കുന്ന ഒരവസ്ഥയിലേക്ക് വന്നെത്തിയിരിക്കുകയാണ്. തിരിച്ച് ചെക്ക് എഴുതി കൊടുക്കുകയാണ്. പക്ഷേ അത് എങ്കിൽ പോലും നമ്മൾ ഇത് മകൾക്ക് വേണ്ടി അവരുടെ വിവാഹത്തിന് വേണ്ടി കരുതി വെച്ച പൈസ ഉപയോഗിക്കാതെ ബാങ്കിൽ ഒരു വശത്ത് കിടക്കുന്നു, മറ്റൊരു വശത്ത് നമ്മൾ കടം വാങ്ങിക്കാൻ പോകുന്ന. തമിഴ്നാട് മുഖ്യമന്ത്രിയുടെ ചുമതല വഹിക്കുന്ന O. പനീർസെൽവം അടക്കം 24 MLA-മാർ AIADMK നേതാവ് കൂടിയായ ബിജു രമേശിന്റെ മകളുടെ വിവാഹത്തിൽ പങ്കെടുക്കും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.